കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പിലാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം 1999 അനുസരിച്ചാണ് കിഫ്ബി സ്ഥാപിതമായത്. 1999 നവംബർ 11 കിഫ്ബി രൂപീകരിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് LDF സർക്കാർ 2016 അധികാരമേറ്റെടുത്തപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിക്കുകയുണ്ടായി. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അത്ഭുതകരമായ സംഭാവനകളാണ് കിഫ്ബി നൽകിയത്. കിഫ്ബി വഴി യാഥാർത്ഥ്യമായ പദ്ധതികളുടെ കണക്കൊന്നെടുത്താൽ മാത്രം മതി അത് ബോധ്യമാവാൻ. കേരളത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലേക്കാണ് കിഫ്ബി പ്രധാനമായും പണം ചെലവഴിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ അന്ധതയിൽ കിഫ്ബിയെ സർക്കാരിനെതിരായ ആയുധമാക്കാനാണ് എന്നും പ്രതിപക്ഷം ശ്രമിച്ചത്. കിഫ്ബിയെ തകർക്കാനും അതുവഴി നാടിന്റെ വികസനം സ്തംഭിപ്പിക്കുന്നതിനുമായിരുന്നു UDFന്റെ ശ്രമം. കിഫ്ബിയെ കുറിച്ച് നമുക്കറിയാലോ, നാടിന്റെ വികസനത്തിന് വലിയ പങ്കാണ് ആ സ്ഥാപനം വഹിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ അനുഭവം എടുത്താൽ 90,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ പതിറ്റാണ്ടുകൾ പോലും കാത്തിരുന്നാൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത പദ്ധതികൾ ഇതിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയുകയാണ്. ഇതിനോട് താല്പര്യമില്ലാത്തവർ ഈ നാട് ഈ തരത്തിൽ വികസിച്ചുകൂടാ, അല്ലെങ്കിൽ ഇപ്പോൾ വികസിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരും. അപ്പൊ അവര് ഇതിനെ എതിർക്കാൻ പുറപ്പെടും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ കിഫ്ബിയെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തി. അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ട് തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സർക്കാർ ചെയ്തതും. നുണക്കോട്ടകൾക്കും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധങ്ങളുടെ ഞെരുക്കങ്ങൾക്കും ഇടയിലൂടെ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും കൈപിടിച്ച് സർക്കാർ മുന്നോട്ട് തന്നെ നടന്നു. കിഫ്ബിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയവരെ കൊണ്ടുതന്നെ കിഫ്ബിയെ പ്രശംസിക്കുന്ന നിലയിലേക്ക് എത്താൻ പിണറായി സർക്കാരിനായി. ഇക്കാണുന്നത് മുസ്ലിം ലീഗ് നേതാവായ PK ബഷീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. കിഫ്ബിയെ തകർക്കാനും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും കിണഞ്ഞു പരിശ്രമിച്ചവർ പോലും കിഫ്ബിയെ ഇന്ന് വാഴ്ത്തുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്നു. കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തികാക്രമണം ഒരു പുതിയ കാര്യമല്ല. ഭരണഘടനാപരമായി കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം നൽകാതെയും കടമെടുക്കാൻ അനുവദിക്കാതെയും ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എടുത്ത് തലയിൽ വെക്കുകയാണ്. ആരാണ് സിയാൻഡേജിയുടെ ഭരണഘടനാപരവും നിയമാനുസൃതവുമായ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിച്ചാൽ ഞങ്ങൾ അവരെ ആദരിക്കും, ബഹുമാനിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ തുറന്നു കാണിക്കും, എതിർക്കും. കണക്ക് പരിശോധിക്കാൻ വരുന്നവൻ കണക്ക് പരിശോധിച്ച് പോയിക്കൊള്ളണം. സംസ്ഥാനത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കില്ലെന്ന് കരുതിയ കേരളത്തിലെ UDF നേതൃത്വം എന്നാൽ സർക്കാരിനെതിരെ തിരിയുകയാണുണ്ടായത്. കോടതി വഴിയടക്കം കിഫ്ബിയെ തകർക്കാൻ ശ്രമിച്ചു. അതെല്ലാം പരാജയപ്പെട്ടെങ്കിലും മറ്റ് രീതികളിൽ തങ്ങളുടെ വികസന വിരുദ്ധത അവർ തുടർന്നു. കിഫ്ബിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയാണ് UDF MPമാരും ചെയ്തത്. കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോലും അവർ തയ്യാറായില്ല. കേരളത്തിന്റെ ഗതാഗത രംഗത്തും അതുവഴി സമ്പദ്ഘടനയിലും വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതുറക്കുമായിരുന്ന കേരയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി നൽകരുതെന്ന് പറഞ്ഞ് ഡൽഹിയിൽ സമരം ചെയ്തവർ സംസ്ഥാനത്തിന് എയിംസ് ഉൾപ്പെടെയുള്ളവ നിഷേധിച്ചപ്പോൾ മൗനത്തിലാണ്ടു. കേരളത്തിൽ നിന്ന് 8 UDF MPമാർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നിട്ടും കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭകൾ ഉണ്ടായിട്ടും ഹൈവേ വികസനം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ലെന്ന പഴയ ചരിത്രം ഓർമ്മയുണ്ടല്ലോ. UDFന്റെ കേരള വിരുദ്ധ മനോഭാവം മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ LDF സർക്കാർ കേന്ദ്രത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ചു. ഇപ്പോഴിതാ വികസനത്തിന്റെ തോളിലേറി കേരളം ഇടതിന്റെ കരുത്തിൽ മുന്നേറുകയാണ്. സംസ്ഥാന ചരിത്രത്തിലെ നൂതനവും ധീരവുമായ കാൽവയ്പാണ് കിഫ്ബി. വികസനത്തിന്റെ ബദൽ മാതൃകയാണത്. കേരളത്തിൽ ഒന്നും ശരിയാകില്ലെന്ന് വാദിച്ചവർ കിഫ്ബിയുടെ നേട്ടത്തിൽ പരിഭ്രമിച്ചെങ്കിൽ അതുതന്നെയാണ് അതിന്റെ വിജയവും.
അന്ന് ക്രൂശിച്ചവരും കല്ലെറിഞ്ഞവരും ഇന്നിതാ കൈയടിക്കുകയാണ്.